എല്ലാവർക്കും S&D ഓഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, അതായത് 400 വാട്ട്സ് വെച്ച് പെർ ചാനൽ, രണ്ട് ചാനൽ 800 വാട്ട്സും സബ്വൂഫർ 400 വാട്ട്സും വെച്ചിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറിന്റെ 2.1 ആംപ്ലിഫയറിന്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ആ ആംപ്ലിഫയർ, ഇതാണ് ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയർ മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പൊ ഇതിന്റെ ഫുൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും ചെയ്തു വരാൻ വേണ്ടി നമുക്കിനി ഒരു 2 ആഴ്ച കൂടി നമുക്ക് ടൈം എടുക്കും. അപ്പോൾ ആ 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ ഇതിന്റെ വർക്കിംഗ് വീഡിയോ ഉൾപ്പെടെ, അതായത് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 2 ടവർ ബോക്സ് കൊടുക്കുന്നത് 10 ഇഞ്ചിന്റെ ഡ്രൈവേഴ്സ്, അതായത് 10 ഇഞ്ചിന്റെ 2 വൂഫർ ഒരു ബോക്സിനകത്ത് വരുന്ന രീതിയിൽ 10 ഇഞ്ചിന്റെ 2 വൂഫറും ഒരു മിഡ് റേഞ്ചും ഒരു ട്യൂട്ടറും ആ രീതിയിൽ വരുന്ന രീതിയിലുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലോ സ്റ്റാൻഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതായത് ഒരു 150, 300, ഏകദേശം ഒരു 400-450 വാട്ട്സ് നമുക്ക് ആ ഒരു ചാനലിനകത്ത് ആ ഫ്ലോ സ്റ്റാൻഡിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ളതാണ് നമ്മൾ സിസ്റ്റം ഫുൾ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന സബ്വൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻ സീരീസിൽ, അതായത് പൈനിയറിന്റെ ചാമ്പ്യൻ സീരീസിൽ വരുന്ന സബ്വൂഫറാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മുടെ 1:1 എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ചെയ്യും. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യുന്നത് നമ്മളുടെ ഇപ്പൊ ഈ ചെയ്തിരിക്കുന്ന ആംപ്ലിഫയർ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഹെവി ആയിട്ടുള്ള സിസ്റ്റമാണിത്. അപ്പൊ ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് കരുതിയാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു പുതിയ മോഡലാണ്, അതായത് SD400 എന്നുള്ള ഒരു മോഡലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഗ്ലോസി മാറ്റ് ഫിനിഷ്, അതായത് മാറ്റ് ഫിനിഷ് കൂടുതലായി ഗ്ലോസി കുറച്ച് വരുന്നുള്ളൂ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ G-Starന്റെ 2.1 റിമോട്ട് കിറ്റ്, അതായത് HDMI ഒപ്റ്റിക്കൽ കോയാക്സിലൊക്കെയുള്ള റിമോട്ട് കിറ്റ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് നോബൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം ഇമ്പോർട്ടഡ് നോബാണ്, മെറ്റൽ നോബാണ്. ഇവിടെ വരുന്നത് മാസ്റ്റർ കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ സബിന്റെ വോളിയം വരുന്നുണ്ട്, ബാസ് ട്രബിൾ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. നമ്മളവിടെ ഒരു ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആംപ്ലിഫയറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക്, ഇന്റീരിയർ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള സിസ്റ്റങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിലോ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ആംപ്ലിഫയറിന്റെ ഉള്ളിലെ ഇന്റീരിയർ ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ഇഞ്ചിന്റെ ഡെപ്ത് ഉള്ള ക്യാബിനറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്ഥലപരിമിതി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ പവർ സപ്ലൈ സ്റ്റേജിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടോറോയിഡൽ ട്രാൻസ്ഫോമറാണ്, ഒരു ഹെവി ആയിട്ടുള്ള ഒരു ടോറോയിഡൽ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതിന്റെ ടാപ്പിംഗ് എന്ന് പറയുന്നത് 50-050 ഒരു 10 ആംപിയറും അതേപോലെ തന്നെ 28-028 ഒരു 10 ആംപിയറും, ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ടാപ്പിംഗ് എടുത്തിരിക്കുന്നത്. പിന്നെ 12-012ന്റെ ഒരു 3 ടാപ്പിംഗ് ഉണ്ട്, അത് 2 ആംപിയർ വെച്ചാണ്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കപ്പാസിറ്റർ, നമ്മളിവിടെ 10,000 MF 63 വോൾട്ടിന്റെ 4 കപ്പാസിറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കപ്പാസിറ്റർ നമ്മളുടെ ഈ ചാനൽ, അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനലിനുള്ള ബോർഡിന് വേണ്ടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 15,000ന്റെ 63 വോൾട്ടിന്റെ 2 കപ്പാസിറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ സബിന്റെ ബോർഡിന് വേണ്ടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ സബിന്റെ ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത് കുമാർ ഓഡിയോസിന്റെ തണ്ടർ ബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വരുന്നത് 8 ട്രാൻസിസ്റ്റർ ആണ്, അതായത് 4 പെയറായിട്ടാണ് വരുന്നത്. 400 വാട്ട്സ് കിട്ടുന്ന ഒരു ബോർഡാണ്. ഈ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ബോർഡാണ്. വളരെ നല്ല റിസൾട്ടുള്ള, നല്ല ഡെപ്തുള്ള ഒരു പഞ്ച് കിട്ടുന്ന ബോർഡാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ചാമ്പ്യൻ സീരീസും DDയുടെ സബ്, അതുപോലെ തന്നെ RDS, അങ്ങനെയുള്ള വലിയ ഹെവി ആയിട്ടുള്ള സബ് ഓഫറുകളൊക്കെ നമുക്ക് ലോഡ് ചെയ്യാൻ ഈ ഒരു ബോർഡ് നമുക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പവർ ട്രിക്കിൻ്റെ ബോർഡാണ്. ഇത് 400 വാട്ട്സ് ആണ് ഓരോ ചാനലും വരുന്നത്. ഇതും വരുന്നത് 4 പെയറായിട്ട് 8 ട്രാൻസിസ്റ്റർ ആണ് ഓരോ ബോർഡും വരുന്നത്. ഇതൊരോ മോണോ ബോർഡാണ്. ഇതൊരു ബോർഡ്, അങ്ങനെ 2 രീതിയിലാണ് ഈ ബോർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കാണാവുന്നതാണ്. ഇതിൻ്റെ വന്നിരിക്കുന്നത് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഡ്രൈവർ സ്റ്റേജ് വന്നിരിക്കുന്നത്. അപ്പം ഡ്രൈവർ സ്റ്റേജ് വന്നിരിക്കുന്നത് നമ്മളിവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതേപോലെ തന്നെ
ഇവിടെ ബക്ക് കൺവെർട്ടർ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ റിമോട്ട് കിറ്റിന് വേണ്ടിയാണ്. പിന്നെ ഇവിടെ ഒരു ബക്ക് കൺവെർട്ടർ കൊടുത്തിട്ടുണ്ട്, ഇത് ഫാനിനും ലൈറ്റിനും വേണ്ടി. നമ്മൾ 2 കൂളിംഗ് ഫാനാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഇതാ ഇവിടെയായിട്ടും ഒരു ഫാൻ, അതായത് 3 ഇഞ്ചിൻ്റെ 2 ഫാൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത് VI ഓഡിയോസിൻ്റെ 3-way ടോൺ കൺട്രോൾ ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് VI ഓഡിയോസിൻ്റെ ടോൺ കൺട്രോളർ വെച്ച് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കുഴപ്പമില്ല, നല്ലൊരു റിസൾട്ട് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം വിലയുള്ള ഒരു ബോർഡാണ് ഇത് വരുന്നത്. ഇതിന് ഏകദേശം 690 രൂപയ്ക്ക് മുകളിൽ ഇതിന് റേറ്റ് വരുന്നുണ്ട്. നല്ല ബോർഡാണ്, കുഴപ്പമില്ല. പിന്നെ ഇവിടെ സബ് ഫിൽറ്ററായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മഹാരാജയുടെ സബ് ഫിൽറ്റർ ബോർഡാണ് എടുത്തിരിക്കുന്നത്. JBLനും അല്ലെങ്കിൽ പയനിയറിനും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഗെയിനും ഫ്രീക്വൻസിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഡെപ്തുള്ള ഒരു സോഫ്റ്റ് പഞ്ച് നമുക്ക് കിട്ടുന്ന ഒരു സബ് ഫിൽറ്റർ ബോർഡാണ്. അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പവർ ട്രിക്കിൻ്റെ തന്നെ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. അതായത് 2 ചാനലിനും സബിനുമായിട്ടുള്ള റിലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ വയറിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, എല്ലാ വയറുകളും നമ്മൾ മാക്സിമം നല്ല ഗേജുള്ള, അതായത് 1² 1.5 പിന്നെ ആ ഒരു ഗേജുള്ള വയറുകളാണ് നമ്മളെല്ലാം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ വയറിങ്ങിനകത്ത് നമുക്ക് ഈ നോയ്സ് കാര്യങ്ങളൊക്കെ വളരെയധികം, അതായത് 0% ആയിട്ട് തന്നെ നമുക്ക് നിർത്താൻ പറ്റും. നോയ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റും. പിന്നെ എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈനുകളും ഞാൻ എടുത്തിരിക്കുന്നത് ഷീൽഡ് വയർ ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, എല്ലാ വയറുകളും, അതായത് ഇൻപുട്ടിൻ്റെ ആണെങ്കിലും ഔട്ട്പുട്ടിൻ്റെ ആണെങ്കിലും ഇനി വോളിയം കൺട്രോളറിലേക്കുള്ള കണക്ഷൻസ് ആണെങ്കിലും എല്ലാം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഷീൽഡ് വയർ ഉപയോഗിച്ചാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഇതാണ് G-Starൻ്റെ 2.1 റിമോട്ട് കിറ്റ്. ഇത് വെച്ച് ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും, പല ആളുകളും ചെയ്ത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്നറിയാം. എങ്കിലും ഈ ഒരു കിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നമുക്ക് 2 മൈക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് വിത്ത് കരോക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്നതാണ്. ഇതിൽ നമുക്ക് മൈക്കിൻ്റെ വോളിയം എക്കോയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഇതൊക്കെയാണ്. നമുക്കിനി ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. നമ്മളിവിടെ ഒരു ഗ്ലോസി ഫിനിഷുള്ള ഒരു അക്രിലിക് ഷീറ്റിലാണ് നമ്മളുടെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ബനാന സോക്കറ്റാണ്. ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റിനുമായിട്ടും സബിനായിട്ടും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ബനാന സോക്കറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റീരിയോ പ്രീ ഔട്ട് കൊടുത്തിട്ടുണ്ട്, സബിൻ്റെ പ്രീ ഔട്ട് കൊടുത്തിട്ടുണ്ട്, FM-ൻ്റെ ആൻറ്റിന കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിംഗിൾ RC പിന്നും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ DSP കിറ്റിൻ്റെ ആ ഒരു സെക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെ HDMI ARC ഒപ്റ്റിക്കൽ കോയാക്സിൽ പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഓക്സ് ഇതും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ്. ഇനിയുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫുൾ സിസ്റ്റം ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതേപോലെയുള്ള സിസ്റ്റങ്ങളൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.